ഒരു ചുരിദാറെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ഷേപ്പും എല്ലാം അടിച്ചിട്ട് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് ഇടുപ്പിൻ്റെ അവിടെ വരുമ്പോൾ എത്ര ഷേപ്പ് അടിച്ചാലും ലൂസായി വരുന്നത്. അതിന് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ഷേപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്ക് ഇടുപ്പിൻ്റെ അവിടെ വന്നിട്ട് വണ്ണം കുറവായിരിക്കും. അവർക്ക് എത്ര ഷേപ്പ് ചെയ്താലും നല്ല ടൈറ്റ് ചെയ്താൽ പിന്നെ അവർക്ക് നല്ല ടൈറ്റായിരിക്കും, ഊരാനും ഇടാനും പ്രയാസമായിരിക്കും. അപ്പോൾ അവർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡറിൻ്റെ നമുക്ക് ഇവിടെ നിന്നൊരു 10-10.5 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് പോയിൻ്റ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിന്ന് 10.5 ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 6.5 ഇഞ്ച് നമുക്ക് താഴോട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് വരച്ചിടണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സെൻറ്ററാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. പോയിൻ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടൊരു 6.5 5 ഇഞ്ചായാലും മതി, 7 ഇഞ്ചായാലും അത് നമ്മുടെ ഇഷ്ടാനുസരണം. ഇപ്പം ഹൈറ്റിനനുസരിച്ച് ഉള്ള ഇതെടുക്കണം. എന്ന് വെച്ചാൽ ഓവർ ആവണ്ട, ചെറിയൊരിത്. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ എടുത്തതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ 6.5 എടുത്താൽ 3.4 എടുത്തതിന് ശേഷം ഈ സൈഡിലോട്ടൊരു 1/4 ഇഞ്ച്, ഈ സൈഡിലോട്ടും ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ കാലിന് ഈ പോയിൻ്റിൽ നിന്ന് തന്നെ ഈ കാലിലോട്ടും ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലോട്ടും വരച്ചിടണം. 2 സൈഡും അതേപോലെ തന്നെ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്തൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഈ പോയിൻറ്റിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്ന് തച്ചെടുക്കുമ്പോഴേക്കും അവിടെ ഒരു ഷേപ്പ്, അത് ഈ ഒരു സൈഡ് മാത്രമല്ല, ഈ സൈഡും 4 സൈഡും അതേപോലെ ചെയ്യണം. 4 സൈഡും തച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇടുപ്പിൻ്റെ അവിടെ വരുന്ന ലൂസ് മാറിക്കിട്ടും. ഞാനൊന്ന് തയ്ച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ്. ഇങ്ങനെ തച്ച് ഇവിടെ നിന്ന് ഈ പോയിൻറ്റിലോട്ട് കൊണ്ടുവന്ന് നിർത്തണം. ഇതിപ്പോൾ 2ആയിട്ട് മടക്കി ഒരു പീസിനെയാണ്, അതായത് ഇപ്പോൾ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഈ തയ്ക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഒരു സൈഡ് തച്ചു. ഇപ്പോൾ ഒരു സൈഡ് തച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡ് ടോപ്പ്, നമ്മുടെ ഈ സൈഡുള്ള ഷോൾഡർ, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡുള്ള ഷോൾഡറിൻ്റെ നേരെ ഇതേ അളവിൽ ഇവിടെയും തയ്ക്കണം. അതേപോലെ തന്നെ ബാക്ക് പീസിലും 2 സൈഡും കൂടെ അടിച്ച് ഡോട്ട് അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇടുപ്പിൻ്റെ അവിടെയുള്ള ലൂസ് മാറിക്കിട്ടും. ഇത് ഞാൻ അടിച്ച് വച്ചിരിക്കുകയാണ്, തച്ച് കഴിഞ്ഞ് ഉള്ള ഇതാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ തച്ച് കഴിഞ്ഞിട്ട് ഉള്ളത്. ഇത് ഷേപ്പ്, ഇടുപ്പിൻ്റെ അവിടെ ഷേപ്പ് അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് 2 സൈഡും തച്ച് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇതുപോലെ ഈ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിലേ എനിക്ക് വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ഇടാൻ പറ്റും.